ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ PSC ടോക്സ് ബൈ ആദി. ഞാൻ ഒരുപാട് കാലമായിട്ട് എൻ്റെ ചാനലിലെ വീഡിയോസൊന്നും ഇടാറുണ്ടായില്ല. ഇപ്പം കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ആയിട്ട് വരുന്നത്. LDCയുടെയും LGSൻ്റെയും എൻ്റെ റാങ്ക് എത്രയാണെന്ന് ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. റാങ്ക് ലിസ്റ്റ് വന്നിട്ട് ഇപ്പം LDCയുടേത് ഈ മാസം 1-ാം തീയതി വന്നതാണ്. LGSൻ്റേത് കഴിഞ്ഞ മാസം 18-ാം തീയതി വന്നതാണ്. ഇത്രയും ദിവസമായിട്ടും എന്തോ എനിക്ക് വീഡിയോ ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ആ ഒരു വീഡിയോ ആണ് കൊണ്ടുവന്നിരിക്കുന്നത്. എൻ്റെ LDCയുടെയും LGSൻ്റെയും റാങ്ക് എത്രയാണെന്നാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത്. അതിനു മുമ്പ് ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. നമ്മൾ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ച് ആത്മാർത്ഥമായിട്ട് അതിന് വർക്ക് ചെയ്ത് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ആ ഒരു സംഭവം ആ ഒരു കാര്യം നമ്മളിലേക്ക് എത്തിച്ചേരും എന്നുള്ളതിൻ്റെ ഒരു എക്സാമ്പിളാണ് എൻ്റെ ലൈഫിൽ നടന്നിരിക്കുന്ന ഈ ഒരു വലിയ സംഭവങ്ങൾ കേട്ടോ. എൻ്റെ റിസൾട്ട് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. തിരുവനന്തപുരം ജില്ലയിലാണ് ഞാൻ LGS എഴുതിയത്. എനിക്ക് 85 മാർക്കാണുള്ളത്. അതായത് ഞാൻ 3-ാമത്തെ റാങ്കാണ്. തിരുവനന്തപുരം ജില്ലയിലെ LGSൽ ഞാൻ 3-ാമത്തെ റാങ്കാണ്. ഞാൻ ഈ ഒരു റാങ്ക് ലിസ്റ്റ് വന്നപ്പം മിക്സഡ് ആയിട്ടുള്ള ഇമോഷൻസിലൂടെയാണ് കടന്നു പോയത്. എനിക്ക് കരയണോ ചിരിക്കണോ എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം ഞാൻ അതിനുവേണ്ടി അത്രമാത്രം കാത്തിരുന്നിട്ടുണ്ട്, പ്രാർത്ഥിച്ചിട്ടുണ്ട്, കരഞ്ഞിട്ടുണ്ട്. ഒരുപാട് പേരെന്നെ കളിയാക്കിയിട്ടുണ്ട്. ഇതിന് വേണ്ടിയിട്ട് ഇറങ്ങിയ സമയത്ത് അത് കിട്ടുമോയെന്ന് ചോദിച്ചവരുണ്ട്. അവർക്കെല്ലാവർക്കും ഉള്ളൊരു ഉത്തരമാണ് എൻ്റെ ഒരു റിസൾട്ട് എന്ന് പറയുന്നത്. ഈ ഒരു ടൈമിൽ എനിക്ക് ഒരുപാട് പേരോട് ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ട്. കാരണം എൻ്റെ ഫാമിലി മെമ്പേഴ്സ് ഒരുപാട് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട് അവർ എനിക്ക് വേണ്ടിയിട്ട് ഞാൻ പഠിക്കുന്ന ടൈമിൽ. അതുപോലെ തന്നെ എനിക്ക് നല്ല 2 ഫ്രണ്ട്സ് ഉണ്ട്, അവർ നല്ലപോലെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. എനിക്ക് സാധിക്കുമെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും സാധിക്കും. PSC എന്ന് പറഞ്ഞാൽ അത്ര വലിയ നമുക്കൊന്നും കിട്ടാത്ത ഒരു സംഭവമൊന്നുമല്ല. കുറച്ചൊന്ന് സ്മാർട്ടായിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പൾസ് അറിഞ്ഞ് പഠിച്ചു കഴിഞ്ഞാൽ കിട്ടാവുന്നതേ ഉള്ളൂ. എല്ലാവരുടെയും ആഗ്രഹമായിരിക്കും ഒരു ഗവൺമെൻറ് ജോലി. അപ്പം ഇതൊക്കെ എത്ര വലിയ സംഭവമാണോ എന്ന് ചോദിക്കുന്നവർ കാണും. എനിക്കിത് വലിയ സംഭവമാണ്. കാരണം ഞാൻ അതിന് വേണ്ടിയിട്ട് അത്രമാത്രം ആഗ്രഹിച്ച് കഷ്ടപ്പെട്ട് കിട്ടിയതാണ്. അതുകൊണ്ട് എനിക്കിതും എൻ്റെ ഏറ്റവും വലിയൊരു സ്വപ്നങ്ങളിലൊന്നായിരുന്നു. ഓഗസ്റ്റ് 1-ാം തീയതി LDCയുടെ റിസൾട്ട് വന്നിട്ടുണ്ടായിരുന്നു. LDC തിരുവനന്തപുരം ജില്ലയായിരുന്നു ഞാൻ എഴുതിയിരുന്നത്. എനിക്ക് സപ്ലിമെൻ്ററി ലിസ്റ്റാണ് ഞാൻ LDCയിൽ. എന്നാലും കുഴപ്പമില്ല, എനിക്ക് അതും സന്തോഷമാണ്. കാരണം എനിക്ക് കുറച്ച് പഠിക്കുന്ന സമയത്ത് കുറച്ച് അബദ്ധങ്ങളൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു. അതിനെക്കുറിച്ചൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. അപ്പം സപ്ലിമെൻ്ററിയിൽ ഞാൻ വിശ്വകർമ്മയാണ്. 40-ാമത്തെ റാങ്കാണ്. ജോലി കിട്ടാവുന്ന റാങ്കൊന്നും അല്ല അത്. കാരണം വിശ്വകർമ്മ മെയിൻ ലിസ്റ്റിൽ ഒരുപാട് പേരുണ്ട്. എന്നാലും എനിക്ക് എന്തോ സന്തോഷമാണ്. ഇത്രയൊക്കെ എത്തിപ്പെടാൻ പറ്റിയതിൽ ഞാൻ ഹാപ്പിയാണ്. അപ്പം ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോയിൽ ഞാൻ ബാക്കി ഡീറ്റെയിൽസുമായിട്ട് വരാം. ഈ PSC ജോലിക്ക് വേണ്ടിയിട്ട് പഠിക്കുന്ന ആത്മാർത്ഥമായിട്ട്